ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ കറിസ്മാറ്റിക് ധ്യാനചിന്തകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ വിശുദ്ധ ബൈബിള് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധ അമ്മയുടെ മേൽ ആവസിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പുത്രൻ, ലോകത്തിൻ്റെ രക്ഷകൻ അവിടെ ജനിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളിലും ഇതേ ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു നമ്മളിലും ജനിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട്, അല്ലെങ്കിൽ ജീവിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് യേശു ക്രിസ്തുവാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ യേശു ക്രിസ്തു ജനിക്കുകയാണ്. നമ്മളിൽ നാം അല്ല ജനിക്കുന്നത്, നമ്മളിൽ ജനിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ എങ്ങനെയുള്ള ഒരു സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്? എങ്ങനെയാണ് നാം സമർപ്പിക്കേണ്ടത്? നമ്മെ തന്നെ നമ്മൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സമർപ്പണം എന്താണ്? നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതം നമ്മളെ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വീണ്ടും നമ്മൾ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനം. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപത്തിൻ്റെ അവസ്ഥയിലേക്കല്ല നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കേണ്ടത്. നീതിയുടെ അവയവങ്ങളായി, വിശുദ്ധ അവയവങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ജോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകളെ ദൈവവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. കണ്ണുകളെ പാപത്തിന് സമർപ്പിക്കാതെ നമ്മുടെ കണ്ണുകളെ നീതിക്കായി, വിശുദ്ധിക്കായി നമുക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ 23-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയം പ്രബോധനത്തിനും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും സമർപ്പിക്കുക, ഉറപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക,
നമ്മുടെ കാതുകളെ ദൈവത്തിന് സമർപ്പിക്കുക, ദൈവവചനത്തിന് സമർപ്പിക്കുക. വീണ്ടും നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം, നിന്റെ പ്രവർത്തികൾ കർത്താവിന് സമർപ്പിക്കുക, അപ്പോൾ നിന്റെ പദ്ധതികൾ ഫലമണിയും. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിലൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. എങ്ങനെയുള്ള സമർപ്പണമാണെന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ കാണുവാൻ ഇടയായി. ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. രണ്ടാമത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. മൂന്നാമത്, നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കണം. നാലാമത്, നിങ്ങളുടെ കണ്ണുകളെ സമർപ്പിക്കണം. അഞ്ചാമത്, ഹൃദയം സമർപ്പിക്കുക. ആറാമത്, നമ്മുടെ കാതുകളെ സമർപ്പിക്കുക. ഏഴാമത്, നമ്മുടെ പ്രവൃത്തികളെ സമർപ്പിക്കുക. അപ്പോൾ ഈ സമർപ്പണ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് ആത്മാവിലൊരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ പൂർണ്ണമായി പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ അവിടെ യേശു ക്രിസ്തു ജനിക്കുകയാണ്, ദൈവപുത്രൻ ജനിക്കുകയാണ്, രക്ഷകൻ ജനിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, പൂർണ്ണമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ തരും. അപ്പോൾ ഈ കൃപയിൽ നമ്മൾ നിറയണമെങ്കിൽ ആത്മാവിലൊരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം. അതിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ തീക്ഷ്ണതയും മാന്തിയും കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായി നമുക്ക് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കൗദാശിക ജീവിതത്തോട് ചേർന്ന്, നമ്മൾ നമ്മുടെ ആത്മീയപിതാക്കന്മാരോട് ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുങ്ങണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഓരോ വിത്തുകളെയും നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ സമർപ്പണത്തെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു. അപ്പോൾ ഒരു സമർപ്പണ ജീവിതം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്രയധികം പ്രാർത്ഥിച്ചു എന്നല്ലതാ, നമ്മൾ എത്രയധികം ഉപവാസമെടുത്തു എന്നുള്ളതല്ല, എത്ര മണിക്കൂറിന്ന് വചനം വായിച്ചു എന്നുള്ളതല്ല. ഇതെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് മുന്നേറുവാനുള്ള ഒരു ശക്തിയാണ്. എല്ലാം നമ്മുടെ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമർപ്പണ ജീവിതത്തോടുകൂടി നമ്മൾ വചനം വായിച്ചു ധ്യാനിക്കുമ്പോൾ, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, നമ്മൾ ജപമാല ചെല്ലുമ്പോൾ, നമ്മൾ കൗദാശ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇവിടെയാണ് സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആത്മാവിലുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായി സമർപ്പിക്കുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ നമുക്ക് ഒരുക്കണം. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളാക്കി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.